ഹായ്. ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഫാമിലിയുമായിട്ടൊരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു. ട്രിപ്പെന്ന് പറയുമ്പോൾ അങ്ങ് ഹൈ റേഞ്ചിലൊന്നും നമ്മൾ ആലോചിക്കാൻ പാടില്ല. ഞങ്ങൾ പോകുന്നത് ഇവിടെ ഒരു ആലപ്പുഴ ബീച്ചിലോട്ടാണ്. ഞാനും ഹസ്ബൻഡിൻ്റെ ബ്രദറും പിന്നെ ഹസ്ബൻഡിൻ്റെ അപ്പച്ചിയുടെ മോളെന്ന് പറയുമ്പം ചേച്ചിയാണ്, അവരുടെ മക്കളും, പിന്നെ വേറൊരു അപ്പച്ചിയുടെ മരുമോളുമായിട്ട് അവരുടെ മോനുമായിട്ട് ഞങ്ങളത് 8 പേര് ചേർന്നാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം ആ ചേച്ചിനെ വിളിച്ചിട്ടാണ് ആലപ്പുഴയിലോട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഏത് സ്ഥലമാണെന്ന് ഗെസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകുന്ന വഴി തന്നെ അത്ര മനോഹരമായിരുന്നു. അത്ര മനോഹരം എന്ന് വെച്ചാൽ ആലപ്പുഴ ബീച്ചിൽ പോകണമെന്നില്ല, ഇവിടെ തന്നെ നമുക്ക് എവിടെയെങ്കിലും കാറ്റ് കൊള്ളാൻ ഇറങ്ങുവാണെങ്കിൽ അത്രയും രസമായിരുന്നു. നല്ല കാണാൻ നമുക്ക് ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു. പക്ഷേ അവിടെ ജീവിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം വെള്ളം കയറുവാണെങ്കിൽ ഈ കാണാനുള്ള ഭംഗിയൊന്നും കൂടെ വരത്തില്ല, നമ്മൾ ഓടേണ്ടി വരും. പക്ഷേ ഇത് നല്ല രസമുണ്ടായിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തും നല്ല ചുറ്റും വെള്ളം, നല്ല വിശാലമായ കാറ്റ്. നമ്മൾ ഇത്രയും മാസം നമ്മൾ കഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ്സ് ഇതൊക്കെ മറക്കാനൊക്കെ ഇങ്ങനെ ഒരു ചെറിയ യാത്ര എപ്പോഴും നല്ലതാണ്. യാത്രകൾ എപ്പോഴും നല്ലതാണ്. കൂടുതലും പ്രകൃതിയുമായിട്ട് ഇണങ്ങിയ യാത്രകൾ എപ്പോഴും നമുക്ക് ഒരു സ്ട്രെസ് റിലീഫ് തന്നെയാണ്. അതും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കൂടെയുള്ള യാത്ര പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എപ്പോഴും നമ്മളൊരു മിഡിൽ ക്ലാസ് ജീവിതം നയിക്കുന്നവരുടെ ലൈഫിൽ ചിലപ്പോൾ ഇതുപോലെ മാസത്തിൽ 1 or 2 ഇതുപോലെ യാത്രകൾ എപ്പോഴും നമ്മുടെ മനസ്സിന് പ്രിയപ്പെട്ടവയായിരിക്കും. അതുപോലൊരു യാത്രയായിരുന്നു. കൂടുതലും കാഴ്ചകളെക്കാളും കൂടുതലുള്ള ആളുകളാണ് ആ യാത്ര മനോഹരമാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് നേരം നിർത്തിയായിരുന്നു. ഏട്ടനും വീഡിയോ എടുക്കുവാണ് കേട്ടോ. പിന്നെ ഞങ്ങളവിടെ നിർത്തിയിട്ട് ചെറിയ ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പുറത്തുനിന്ന് വെയിലടിക്കുന്നു, കാറ്റൊക്കെ കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തില്ല. പിന്നെ ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് പോയിട്ട് ഫോട്ടോ സെക്ഷൻ തുടങ്ങി. ചറവറ ഫോട്ടോകൾ. പിന്നെ എന്നെ കുളിപ്പിച്ചില്ല എന്നേ ഉള്ളൂ. എല്ലാവരെയും കൊണ്ട് ആ വെള്ളത്തിലിട്ട് ലയിപ്പിച്ച് ആ മണ്ണും ഒരുപാട് ഉപ്പുവെള്ളവും ഒക്കെ ദേഹത്ത് കൊണ്ട് ചൊറിച്ചിലായിരുന്നു അന്നത്തെ ദിവസം ഫുള്ളും. എൻ്റെ കൂടെയുള്ള ആ കൊച്ചിറക്കൻ ആ വെള്ളത്തിൽ വീണ് കിടന്ന് ഉരുണ്ട് ഒരു കോലം കെട്ട്. അവർക്കതൊക്കെയല്ലേ രസം. പിന്നെ ഒരുപാട് കടകളുണ്ടായിരുന്നു, എണ്ണാൻ പറ്റാത്ത ഒരുപാട് ബജ്ജിക്കട, കോളിഫ്ലവർ കട, ചായ, കാപ്പി, പിന്നെ ഇതുപോലെ പുതിയ എന്തോ സംഭവമൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ റേറ്റ് ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ല, അങ്ങ് ദൂരെയായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് നടന്ന് ചെന്ന് ചോദിക്കുന്നതിന് മുന്നേ അവർ ക്ലോസ് ചെയ്ത് അവർ സ്ഥലം വിട്ടു. അപ്പോൾ പക്ഷേ ഇച്ചിരി കാണുമ്പോൾ നല്ല രസമാണ്. പക്ഷെ അവിടെ ഇരിക്കുന്നവർക്ക് എൻ്റെ പേടി ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. താഴെ നോക്കുമ്പം എനിക്കിച്ചിരി കൈയും കാലൊക്കെ വിറച്ചായിരുന്നു. ഇവിടെ ഞങ്ങൾ ലോങ് ഷോട്ടാണ് എടുത്തത്. പിന്നെ ഏതൊരു യൂട്യൂബ് ചാനലിൽ നിന്നൊരു ചേട്ടൻ വന്ന് ഞങ്ങളുടെ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. ആ ചേട്ടൻ എന്തൊരു പസിൽ തന്നായിരുന്നു ഞങ്ങൾക്ക്. ആ പസിൽ ഞങ്ങൾ ഊരുവാണെങ്കിൽ ദാറ്റ് മീൻസ് ഒരു 3 ചെയിൻ വെച്ച് കണക്ട് ചെയ്തൊരു പസിലാണ്. ചേട്ടൻ്റെ കയ്യിൽ കാണാം കേട്ടോ. ഇത് പുന്നപ്ര വ്ളോഗ് എന്നങ്ങാണ്ടാണ് ആ ചേട്ടൻ്റെ വ്ളോഗിൻ്റെ പേര്. അപ്പോൾ ആ പസിൽ നമ്മുടെ കയ്യിൽ തരും. നമ്മളത് ഊരിയെടുക്കുവാണെങ്കിൽ നമുക്കൊരു ഡ്രിങ്ക് തരാമെന്നൊക്കെ പറയും. ലാസ്റ്റ് ചേട്ടൻ്റെ അനിയനാണ് വന്ന് ശരിയാക്കി കൊടുത്ത് ഞങ്ങൾക്ക് ഡ്രിങ്ക് കിട്ടിയായിരുന്നു. ഇപ്പോൾ ഏകദേശം ഈ സമയമൊക്കെ ആയപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടുത്ത് ചെന്നു. ഇതാണ് ലാസ്റ്റ് അവരുടെ സെക്ഷൻ. ഇത് കഴിഞ്ഞിട്ട് അവർ നിർത്തിയായിരുന്നു ഈ പാരഷൂട്ടിൻ്റെ പരിപാടി. അപ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാനൊന്നും പറ്റിയില്ല, റേറ്റോ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ നമ്മുടെ സർക്കാരിൻ്റെ എൻ്റെ കേരളം എന്ന് പറഞ്ഞ് എന്തൊരു എക്സിബിഷൻ പോലെ ഉണ്ടായിരുന്നു. വെച്ചാൽ കേരള സർക്കാർ ചെയ്ത നല്ല നല്ല കാര്യങ്ങൾ, ആലപ്പുഴ ജില്ലയിൽ ചെയ്തതുമായ ഒരുപാട് കാര്യങ്ങളുടെ എക്സിബിഷനായിട്ടൊക്കെ നടത്തിയായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറേ കാഴ്ചകളാണിതൊക്കെ. അവിടെ എൻട്രി ഫ്രീ ആയിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് സെക്ഷൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ സ്ക്വാഡിൻ്റെ സെക്ഷൻ, ഫയർഫോഴ്സിൻ്റെ സെക്ഷൻ, ജയിലിൻ്റെ ഒരു മോഡലൊക്കെ അവർ എക്സിബിറ്റ് ചെയ്തായിരുന്നു. തൂക്കുകയറിൻ്റെ മോഡലൊക്കെ കാണിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും അതിനകത്ത് കയറാൻ ധൈര്യമില്ല. അതേ ചെറുക്കൻ കയറി കേട്ടോ. ഇവൻ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. എല്ലാവർക്കും ഇവൻ്റെ ബിഹേവിയർ കാണുമ്പോൾ നമുക്കെല്ലാവർക്കും ഇവനെ ഇഷ്ടപ്പെടും. അതുപോലത്തെ ഒരു ബിഹേവിയറാണ് ഇവൻ്റേത്. ഇതൊക്കെ ആ എക്സിബിഷൻ്റെ ഭാഗമായിട്ടുള്ള ഓരോരോ സെക്ഷൻസ് ആയിരുന്നു. ചുമ്മാ എല്ലായിടത്തും പോയി ഫോട്ടോ എടുക്കാതെ ഉള്ളായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കയറി അതിനകത്ത് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഒരു നല്ലൊരു ദിവസമായിരുന്നു. ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും ഒരു 8:30-9 മണിയൊക്കെ ആയി.
അപ്പോൾ ഞങ്ങൾ വെളിയിൽ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. പൊറോട്ടയും സംതിങ്ങൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കഴിക്കുകയും ഒരു ഓംലെറ്റൊക്കെ അടിച്ച് ആ ഡേ ഒന്ന് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തു. തിരിച്ചു വന്നപ്പം നല്ല മഴയായിരുന്നു. ചിലപ്പോൾ ഞങ്ങൾ സന്തോഷത്തിൻ്റെ പ്രതീകമായിരിക്കും ആ മഴ. അങ്ങനെ പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ ചില്ല് ചെയ്ത് ആ ഡേ ഞങ്ങളങ്ങനെ വൈൻഡപ്പ് ചെയ്തു. അങ്ങനെ ഒരു നല്ലൊരു ദിവസമായിരുന്നു ആ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ വേണ്ടി ഫാമിലിയോടൊപ്പം വലുതായിട്ടൊന്നുമല്ല, ചെറുതായിട്ട് എവിടെയെങ്കിലും യാത്ര പോവുക, അത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.